ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി അങ്ങോട്ട് ഐഫോണിലാണ് വീഡിയോ വരിക. അപ്പോൾ ക്ലാരിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് മറ്റേ പച്ചപ്പും പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനൊന്നും ഇനി ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു വ്ളോഗായിരിക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇന്ന് നമുക്ക് നേരെ കുറച്ച് പരിപാടികളുണ്ട്. നേരെ കോഴിക്കോട് എത്തിയിട്ട് കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ശതമാനം ഇങ്ങനെ ആൾക്കാരൊക്കെ പിടിച്ച് ഇങ്ങനെ വ്ളോഗിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. എന്താവുന്നൊന്നും അറിയില്ല. ഐഫോണിലൊക്കെ ആദ്യമായിട്ട് എടുക്കുന്നത് എന്തോ ഒരു മാതിരി ഉണ്ട്. പക്ഷെ തയങ്ങി വരണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. മാക്സിമം ലൈക്ക് അടിക്കാം. ഓക്കെ, ഇനി ബസ് കയറി നേരെ ടൗണിലേക്ക്. വണ്ടിയൊന്നും എടുക്കുന്നില്ല, വണ്ടിയൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ പുതിയ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ക്ലിയർ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണം. എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഐഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ്. നമ്മളെ ഫോൺ കെയർ എന്ന് പറഞ്ഞിട്ട് പുതിയ സ്റ്റാൻഡിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് എന്താ പറയുക, കുറേ ഫോണിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഗൈസ്, ഇവിടെ നിന്നാണ് ഞാൻ ഫോൺ എടുത്തത്. അപ്പോൾ ഫോൺ കെയർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ഫോണിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്, വാച്ച് ഉണ്ട്, പിന്നെ ഫോണിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അഡാപ്റ്റർ, കേബിള്, പിന്നെ ബോക്സ് പീസ് ഫോണ്, പിന്നെ നമ്മളെ വലിയ വലിയ സ്ക്രീനുള്ള ടാബ്ലറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മളെ ലാപ്ടോപ്പ്, പിന്നെ കേബിൾസ്, പിന്നെ ബോക്സ് പീസ് ഉണ്ട്, പിന്നെ വലിയ വലിയ പ്രോ വേരിയൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ വന്നിട്ട് എടുക്കും. പിന്നെ നമ്മൾ ഫോണിൻ്റെ പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫോൺ കെയറത്തെ കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ക്ലാരിറ്റി ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പുറത്തേക്ക് എത്തിയിട്ട് എന്താവുന്നൊന്നും അറിയില്ല. ഓക്കെ, വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളെ വീഡിയോ കാണുന്ന ഒരാളെ മുട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ആ, എയർപോർട്ട് അല്ലേ? ഓക്കെ, ഹാപ്പി. ഓ, എന്തൊക്കെയാ പറയാനുള്ളത്? ഹാപ്പിയാണ്. ഫോണൊക്കെ എടുത്ത് ഒരായി പറഞ്ഞോളൂ. നമുക്ക് ഇവിടുന്നാണ് കേട്ടോ എയർപോർട്ട് തന്നത്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നതാ, റീമാക്സ്. ഹാപ്പി കേട്ടോ. ഇനി നമുക്കൊരു കേബിളും പാട് എടുക്കാണ്ട്. ഇവിടെ ചോദിച്ചോക്കാം. ഹായ്, അറിയോ? ഓക്കെ, നമുക്കൊരു ഐഫോണിന്റെ ഒരു കേബിള് കാണേ. കേബിളുണ്ട്, ചാർജറും ഉണ്ട്. ആണല്ലേ? ഓക്കെ, എങ്ങനെയാ റേറ്റ് എത്ര വരുന്നത്? പ്രൈസൊക്കെ ബെസ്റ്റ് റേറ്റ് ആണ്. എന്റെ മോനെ. പിന്നെ വേറെ എന്തൊക്കെയുള്ളത് ഇവിടെ? സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉണ്ട്. ആണ്, ഒരുപാട് ഫോണുകളൊക്കെ ഉണ്ട്. ആണല്ലേ? ഫുൾ സെറ്റപ്പ് അല്ലേ? പേജ് നോക്കിയാൽ മതി. EMC കാർഡ് ആണ്. ഒരായി പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പൊ നിങ്ങള് കണ്ടില്ലേ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് ഫുള്ള് ഐഫോണോ ഗൈസ്. ഇനി നമുക്ക് രാത്രിയൊക്കെ ഉണ്ടാവും. ഞാൻ നാട്ടിലൂടെ ഒക്കെ ഇനി വ്ളോഗ് എടുക്കാൻ വേണ്ടി പോവാ. നാട്ടിൽ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെക്കന്മാരൊക്കെ വരിക രാത്രിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ക്യാമറയും ഈ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ട് മൊത്തം വിഷയം വ്ളോഗാണ് മോനെ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ ഐഫോണാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്തതിനോട് ചാർജ് ഒന്നും എന്താ പറയുക, ചാർജൊക്കെ അങ്ങനെ പറന്ന് തീരാ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? ക്ലിയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ആൻഡ്രോയിഡിൻ്റെ അത്ര അങ്ങോട്ട് ക്ലിയർ വരുന്നില്ല. ഇനി നമുക്ക് ഈ സെൽഫി സ്റ്റിക്ക് പുതിയ വാങ്ങിയാണ്. ഇതിങ്ങനെ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഗൈസ് വിഷയമാണ്. മോനെ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളു. എൻ്റെ മോനെ മൈക്ക് ഉണ്ടായതിനോട് നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും കളിക്കാം ഗൈസ്. ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ കളി? മോനെ ഗൈസ്, അല്ലോ ഓരോ അത്രക്ക് വേണ്ടല്ലോ. വേണ്ട, നമുക്ക് ഈ ഒരു ഇത് മതി. അപ്പോൾ ഇടയ്ക്ക് പ്രാങ്കും ഉണ്ടാവും, സാധാ വ്ളോഗും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പൊളിക്കാൻ വേണ്ടി ഇത് കുറച്ച് അടുത്തേക്ക് ആക്കാം. ഇതിപ്പോൾ റെഡിയല്ലേ ഗൈസ്? അപ്പം ഇനി അങ്ങോട്ട് മൊത്തത്തിൽ അടിപൊളിയാക്കാൻ വേണ്ടി പോവാണ്. ഐഫോണിൻ്റെ പെട്ടി അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ഐഫോണിൻ്റെ പെട്ടി. അപ്പോൾ ബോക്സ് പീസാണ്. പിന്നെന്താ പറയുക, ഐഫോൺ വലിയ ഐഫോൺ ഒന്നല്ല ഗൈസ്. നിങ്ങൾ ഒന്നും വിചാരിക്കാനൊന്നും വേണ്ട. ഞാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ആകെ കുറച്ച് പൈസ എങ്ങനെയൊക്കെയോ കൂട്ടി വെച്ച് എന്താ പറയുക, അങ്ങനെ ഐഫോൺ വാങ്ങിയതാ. ഇപ്പം നമ്മളെ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. മൈക്കും ആയിട്ടുണ്ട്, ഐഫോണും ആയിട്ടുണ്ട്. പിന്നെ ഇത് പ്രോ വേരിയൻ്റ് അല്ലാത്തതിനോട് സൂമിങ് അത്രക്ക് അടിപൊളി ആവില്ല.
അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ ഓരോ ടൈപ്പ് വ്ളോഗായിരിക്കും. ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഇതിപ്പോൾ ഞാൻ വീട്ടിലായിട്ടാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ ബോക്സൊക്കെ വെച്ചിട്ട് ചെറിയൊരു പ്രാങ്കൊക്കെ നടത്തും. നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടില്ലേ, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന മാതിരി നമ്മൾ ഈ സാധനം വെച്ചിട്ട് ചെറിയൊരു പ്രാങ്കൊക്കെ നടത്തുന്ന പരിപാടി ഇനി വരാൻ കിടക്കുന്നുള്ളൂ. ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാ ഗൈസ്. മോനത് നല്ല വെയിറ്റ് ഉണ്ട്, ഇതിങ്ങനെ പിടിച്ച് നിൽക്കാനില്ല. പിന്നെ നമുക്കില്ലേ ഒരു എന്താ പറയുക, ഒരു എന്തിനാ ആ ഷോപ്പിൻ്റെ പേര് ഗൈസ്, പുതിയ സ്റ്റാൻഡിൽ നമ്മളെ ഫോക്കസ് മാളിൻ്റെ അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതിൻ്റെ ഉള്ളോട്ട് കയറിയിട്ടാണ് പേർഷ്യൻ മാള് ഗൈസ്. അപ്പോൾ അതിന് തെറ്റിയറിയരുത്, ഞാൻ അങ്ങനെ പേര് മറന്നു പോയതാണ്. പേർഷ്യൻ മാള് ഒരു ഡിജിറ്റൽ ഗൈസ്, ഞാൻ നാളെ പറഞ്ഞുതരാം. ഇനി ഞാൻ അവിടുന്ന് ഒരു റീമാക്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ ഫോക്കസ് മാളിൻ്റെ ഇപ്പുറത്ത്. ഒരു ഉള്ളോട്ടേക്ക് കയറിയിട്ട് ഒരു ഇതുണ്ട്, ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങൾക്കും എല്ലാവർക്കും ഓക്കെ. ഞാൻ കാണിച്ചു തരാം. ഈ എയർപോർട്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ എയർപോർട്ട് എനിക്ക് അവിടുന്ന് തന്നതാണ്. അപ്പോൾ എന്താ പറയുക, റീമാക്സ് എന്ന് പറഞ്ഞ ഷോപ്പിലെ എല്ലാവർക്കും ഹായ്, വളരെ താങ്ക്സ്. ഇതൊന്നും എൻ്റെ കൈമേലില്ലാത്ത സാധനങ്ങളാണ്. എൻ്റെ കയ്യിലൊരു സ്പീക്കർ ഉണ്ട്, ഒരു JBLൻ്റെ, അതിലേ ഞാൻ പാട്ടൊക്കെ കേൾക്കൽ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതിലൊക്കെ കേൾക്കാം. ഇത് ഏതോ ഒരു US മറ്റേതോ UK ഒരു ചിഹ്നമൊക്കെ കാണുന്നുണ്ട്, നിങ്ങളവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട് കൈസ്, ഇതിങ്ങനെ പിടിച്ചിരിക്കാനില്ല. ഐഫോൺ കിട്ടി, കണ്ടോ? ഐഫോൺ സീരിയസ് ഐഫോൺ. സന്തോഷം, അഹങ്കാരമല്ല, സന്തോഷം. ഓക്കെ, അഹങ്കാരിക്കാൻ ഞാൻ ആരുമല്ല. അഹങ്കാരം എനിക്ക് ഒട്ടും ഇല്ലാത്ത സംഭവം. എനിക്കിപ്പോൾ ഇനിയിപ്പോൾ വലിയ എന്തെങ്കിലും ഇറങ്ങണ എന്ത് വലിയ കിട്ടിയാലും അനസ് വ്ളോഗ് സാധാരണക്കാരൻ. എത്രയൊക്കെ വലിയ ടോപ്പ് BMW ഇവിടെ കൊണ്ടു തന്നാലും ഞാൻ ഇതിലെങ്ങനെ നടന്നു പോകും. ഓക്കെ, ഉറപ്പായിട്ട്. അപ്പോൾ ഐഫോൺ കിട്ടിയിട്ടുണ്ട്, ചെറിയ ഐഫോണാണ്, നിങ്ങളാരും വിചാരിക്കേണ്ട. എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഫോൺ എടുത്തിട്ട് നല്ല ക്ലാരിറ്റിയിൽ എടുക്കുക. ഇതിപ്പോൾ ചെറിയ ഐഫോൺ ആയിട്ടാണ് ഈ ക്ലാരിറ്റി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കാൻ വേണ്ടി പോവാണ്. നാളെയാണ് നമ്മളെ ഐഫോൺ വെച്ചിട്ട് സാധനങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോണത്. അപ്പോൾ നാളെ വരെ നിങ്ങളൊന്ന് കാത്തിരിക്കണം. ഓക്കെ, എൻ്റെ പോലെ എനിക്ക് സന്തോഷം മാത്രം, സന്തോഷം കൊണ്ട് അത്ര മതി, ഇനി വലിയ ടോപ്പാവണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഐഫോൺ എടുത്ത ഒരു കഥയാണ്. ഓക്കെ, ഐഫോണിൻ്റെ കഥ ഞങ്ങൾ കേട്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഭയങ്കര വെയിറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ ഐഫോണിലായിരിക്കും. പിന്നെ നമ്മളെ ഹോളി ലാൻഡിൻ്റെ മൈക്ക്, ഈ മൈക്ക് കണ്ടില്ലേ, ഇതൊക്കെ വേറെ മോഡൽ സാധനം. അതിന് നല്ല വില ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഉള്ളതൊക്കെ നമ്മളെടുത്തേ വരും. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം, അല്ലാത്ത പക്ഷം നമുക്കൊന്നും വരില്ല, ഒരു സാധനം വരില്ല. കഷ്ടപ്പെട്ടോ അവിടെ വിജയം ഉറപ്പ്, 100 ഉറപ്പ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താൻ വേണ്ടി പോവാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ അടിപൊളി വീഡിയോസ് ആയിട്ടാണ് ഇനി വരാൻ വേണ്ടി പോണത്. ഓക്കെ, ബൈ.